അപ്പോൾ ഗൈസ് ഇതാണ് ഈ ടെംപ്ലേറ്റ്. നമ്മൾ ഈ ടെംപ്ലേറ്റിൻ്റെ ഇവിടെ നമ്മൾ മുറിക്കുക. ചെറിയ സ്ഥലമാണ്, നമ്മൾ ഇത്തിരി ഒന്ന് ചെറുതായിട്ട് മുറിക്കണം. ടെംപ്ലേറ്റ് ഡിസ്കഷനുണ്ട്, അപ്പുറത്ത് നമ്മൾ ചെയ്യാം. ഡിസ്കഷനുണ്ട്, നല്ലോണം മുറിക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത ചെറിയ ലൈന് നമ്മൾ മുറിക്കുക. അടുത്ത അവിടെ കോർണർ ലൈൻ. നമ്മൾ കിട്ടിയ കോർണർ ലൈൻ. ഇനി അടുത്ത് നമ്മൾ റഫ് കട്ട് വേണം. നമ്മുടെ ട്രയാങ്കിൾ റഫായിട്ട് കട്ടാം. പോയിന്റ് കറക്റ്റ് പോയിന്റ് ആവണം. നമ്മുടെ ടോപ്പ് പോയിന്റ് കറക്റ്റ് ആവണം. വെള്ളം മുറിച്ചു, റഫ് കട്ടായിട്ട് വെള്ളം മുറിച്ചു. എന്നിട്ട് നമ്മൾ നമ്മുടെ പേപ്പർ എടുക്കുക. ഫോൺ പേപ്പർ പോലത്തെ പേപ്പർ എടുക്കുക. അതിൻ്റെ മേത്ത ടെംപ്ലേറ്റ് വയ്ക്കുക. എന്നിട്ട് ഒരു സെലോ ടേപ്പ് എടുക്കുക. സെലോ ടേപ്പ് പകുതി മുറിച്ചിട്ട് നമ്മൾ ആ ഫോണിന് ഒട്ടിച്ച് വയ്ക്കുക. രണ്ട് സൈഡിലും ഒട്ടിച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ രണ്ട് സൈഡ് ഒട്ടിച്ചിട്ട് നമ്മൾ മുറിക്കുക. പക്ഷേ ബാക്കിലും ഫ്രണ്ടിലും മാത്രം, സൈഡിലൊന്നും മുറിക്കരുത്. നമ്മൾ സെലോ ടേപ്പ് ഒട്ടിച്ച സ്ഥലത്ത് നമ്മൾ മുറിക്കരുത്. സെലോ ടേപ്പ് ഒട്ടിക്കാത്ത സ്ഥലത്ത് വേണം നമ്മൾ മുറിക്കാൻ. ആ സ്ഥലം നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ മുറിക്കാൻ പോകുന്നത്. എന്നിട്ട് മുറിക്കുന്നത്. പിന്നെ അടുത്ത ട്രയാങ്കിൾ ഇങ്ങനെയാക്കാം. അതുപോലെ അപ്പുറത്തെ സൈഡിലാക്കാം. അപ്പോൾ ഈ ട്രയാങ്കിൾ ലൈനും ഞാൻ ആദ്യം ഫസ്റ്റ് ഇതും പിന്നെ രണ്ടാമത്തെ നമ്മൾ വെക്കുക. അപ്പോൾ അവളുടെ ആ കോർണർ ലൈൻ നമ്മൾ മുറിച്ചു. പിന്നെ മറ്റേ ലൈനും നമ്മൾ മുറിക്കണം. പിന്നെ വെള്ളം ആ അണ്ടർ ചെയ്ത മറ്റേ ചെറിയ വര നമ്മൾ മുറിക്കണം. ചെറിയ ക്രോസ് ലൈൻ ഇട്ട് ആ വര വെള്ളം മുറിക്കണം. അതിൻ്റെ അപ്പുറത്തുള്ള മുറിക്കണം. പക്ഷെ നമ്മൾ സെലോ ടേപ്പ് മുറിക്കരുത്. സെലോ ടേപ്പ് മാത്രം വെള്ളം മുറിക്കാൻ പാടില്ല. പിന്നെ ഒരു ബുക്ക് എടുത്ത് നമ്മൾ അതിൻ്റെ ആ വര വരച്ചിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ആ ബുക്ക് വയ്ക്കുക ആദ്യത്തെ പേജിൽ. എന്നിട്ട് നമ്മൾ മടക്കാം. അവിടെ കൈ വെച്ചിട്ട് അപ്പുറത്തെ സൈഡ് നമ്മൾ ആക്കണം. ഞാൻ ബുക്ക് വെച്ചിട്ട് മറ്റേത് മടക്കിയിട്ട് മടക്കാം. ഇപ്പോൾ കുറച്ച് നല്ലതായിരിക്കും. നല്ലോണം മടക്കണം. ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ നിവർത്തുക. എന്നിട്ടാണ് നമ്മളത് അപ്പുറത്തെ സൈഡിൽ ഇരിക്കണം മടക്കുക. ഇപ്പം ബാക്കി കട്ട് ചെയ്യുക. ബാക്കി സെലോ ടേപ്പ് പൊട്ടിച്ചത്. എന്നിട്ട് നമ്മുടെ ടെംപ്ലേറ്റിൻ്റെ ആ പേപ്പർ ഊരിയെടുത്തിട്ട് നമ്മുടെ ആ ഫോൾഡ് ഒന്നുകൂടി കുറച്ച് മുന്നോട്ടാക്കുക. മറ്റേ ആ സാധനം മുറിച്ചെടുക്കുക. കറക്റ്റായിട്ട് മുറിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഉണ്ടാക്കിയ പ്ലെയിനിൽ നമ്മൾ അളവ് നോക്കണം. അതിന് മുന്നിലും ബാക്കിലും നോക്കാം. ആ കറക്റ്റ് അളവാവണം. നമ്മളിപ്പോൾ കറക്റ്റായി നമ്മൾ പറത്തി നോക്കിയാൽ ഇങ്ങനെയായിരിക്കും പറക്കണത്. എനിക്ക് നേരെ ഗ്ലൈഡർ പോലെ പറക്കണം. നമ്മൾ ഇതുപോലത്തെ ഒരു പിന്നെടുത്ത് നിവർത്തി കഴിഞ്ഞിട്ട് നമ്മൾ നല്ലോണം സ്ട്രെയിറ്റ് ആയിട്ട് ഒറ്റ വരെ നമ്മൾ നിർത്തിയാൽ മതി. പിന്നെ ആ സ്ട്രെയിറ്റ് നമ്മൾ വെട്ടാം. നമ്മൾ കത്രിക വെച്ച് വൈക്ക് വെട്ടണം. ഇപ്പോഴും വെട്ടി നമ്മൾ സെലോ ടേപ്പ്
നമ്മൾ ചെറിയ പീസ് സെല്ലോ ടേപ്പ് വെള്ളം എടുക്കുക. പിന്നെ അതെടുത്ത് നമ്മൾ അതിൻ്റെ അകത്ത് വയ്ക്കുക. അതിൻ്റെ സെല്ലോ ടേപ്പ് നമ്മുടെ പേപ്പറിൻ്റെ മുന്നിൽ നമ്മൾ ഒട്ടിച്ച് വയ്ക്കുക. മേളിൽ ആ സെൻറ്ററിൻ്റെ അവിടെ നമ്മൾ ബാക്കോട്ട് വെള്ളം ഇങ്ങനെ ആക്കണം. കറക്റ്റായിട്ട് കുറച്ച് അതേ ഇച്ചിരി നേരെ ആവണം അത്ര നമ്മൾ വയ്ക്കുക. ടിപ്പ് ആൾ വറുത്ത് നോക്കിയാൽ ഇങ്ങനെ ആയിരിക്കും, ഭയങ്കര വെയിറ്റ് ആയിരിക്കും നമ്മുടെ ഫ്രണ്ട്. അപ്പോൾ കുറച്ച് വെയിറ്റ് കുറച്ചാൽ ഇതിങ്ങനെയാവും. അപ്പോൾ ഇത്തിരി ഒന്ന് മുള വെയിറ്റ് കൊടുക്കുക. കറക്റ്റ് നേരെ പോകണമെങ്കിൽ കറക്റ്റ് ഒരു വെയിറ്റ് കൊടുക്കുക.